സ്റ്റുഡൻസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർപ്രണർഷിപ്പ് പഠിക്കുന്നതിൽ നമ്മളതിൽ എന്തൊക്കെ പഠിച്ചു? ബിസിനസ് പ്ലാൻ പഠിച്ചു, ബിസിനസ് പ്ലാനിൻ്റെ പ്രോസസ്സ് പഠിച്ചു, ദെൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. ദെൻ നമ്മൾ നോക്കുന്നത് സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ്. വാട്ട് ഈസ് സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്? വാട്ട് ഈസ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടപ്പിന് ഒരു പ്രത്യേകിച്ചൊരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഒരു മീനിങ്ങോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ടു ഡു സംതിങ്, അത് തുടങ്ങുക, അത് സ്റ്റാർട്ട് ചെയ്യുക, അതിനെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാർട്ടപ്പ് ഹാസ് ബിക്കം വെരി പോപ്പുലർ. മെനി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിക്കമിങ് എൻ്റർപ്രണേഴ്സ് ആൻഡ് ദെയർഫോർ സീക്കിംഗ് ടു സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ്. ദ ടേം സ്റ്റാർട്ടപ്പ് ഈസ് നോട്ട് ഒഫീഷ്യലി ഡിഫൈൻഡ് എനിവേർ ഇൻ ദ വേൾഡ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു എൻ്റർപ്രണർ ആവാൻ താല്പര്യമുള്ള മെജോറിറ്റി ആൾക്കാർ സ്വന്തമായിട്ടൊരു എൻ്റർപ്രണർ ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? അവരതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസൊക്കെ സീക്ക് ചെയ്യുക, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിനാണ് നമ്മൾ ലോഞ്ച് ചെയ്യുക. നമ്മൾ അത് ലോഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അതിനൊരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നതിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താ സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഹാസ് ദ തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. ഓക്കെ, ഇന്ത്യ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ തേർഡ് ലാർജസ്റ്റ് വേൾഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ദ സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റ് ടു എംപവർ സ്റ്റാർട്ടപ്സ് ഇൻ ദ കൺട്രി. അല്ലേ, സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് ആൻ ഇക്കോസിസ്റ്റം ദാറ്റ് ഇന്നോവേഷൻസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ദ കൺട്രി. അതായത് നമുക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നതോടുകൂടി എന്താണ് നമ്മളെ എൻ്റർപ്രണർഷിപ്പ് എംപവർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾക്ക് തിയറി വേർഷൻ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ എക്സ്പെക്റ്റഡ് ടു എൻഹാൻസ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി, വളർത്താൻ വേണ്ടി സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യനെ കൊണ്ട് നമുക്ക് വന്നിട്ടുണ്ട്, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ പെർഫോമൻസിൽ സ്റ്റാർട്ടപ്പ് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അത് റീഡ് ചെയ്യുക നിങ്ങൾ, അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഇൻക്യുബേഷൻ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. വാട്ട് ഈസ് ഇൻക്യുബേഷൻ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ? ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രൈമറി സ്റ്റേജ്. ഇൻക്യുബേഷൻ പീരീഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് പ്രൈമറി സ്റ്റേജ് ആണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, സിമിലാരിറ്റി തോന്നുന്ന സംഭവങ്ങളാണ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഇൻക്യുബേഷൻസ് ആർ ടിപ്പിക്കലി നോൺ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ന്യൂ എൻ്റർപ്രൈസ് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ്. അല്ലേ, ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൻ്റർപ്രൈസസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏർലി സ്റ്റേജ് കൊടുക്കുന്ന അതിൻ്റെ ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. Incubators are institutions that helps entrepreneur to develop their business, especially in initial stages. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊരു എന്താ പറയുക, ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അവർ ഒരു എൻ്റർപ്രൈസസിൻ്റെ ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ അവർക്ക് എന്ത് ചെയ്യും, അതിനുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക. സ്റ്റാർട്ടപ്പ് നമ്മളിപ്പോൾ പഠിച്ചപ്പോൾ സ്റ്റാർട്ടപ്പ് തുടക്ക സ്റ്റേജിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, Incubator support includes providing technological facilities and advisors, network and linkages, co-working spaces, lab facilities, mentoring and advisory support. ഇത്രയും സപ്പോർട്ട്സ് ആണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ടപ്പിനെ പറ്റി നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ചാലഞ്ചസ് ഫേസ്ഡ് ഇൻ സ്റ്റാർട്ടപ്പ്. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് മുന്നേ നമുക്ക് വിട്ടുപോയി അറ്റാൽ എന്ന് പറഞ്ഞ ഒരു സ്കീമാണ്. അറ്റാൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് അറ്റാൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ flagship initiative by the government of India under NTI-IO established in January 2016 with a mission to cultivate the culture of innovation and entrepreneurship across the nation. അതായത് ഇതൊരു എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഈ അറ്റാൽ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇപ്പം ഓരോ ഇനീഷ്യേറ്റീവ്സ് ഇല്ലേ നമുക്ക് കൊണ്ടുവരുന്ന, എന്താ പറയുക, നീതി ആയോഗ്, അങ്ങനെയൊക്കെ ഓരോ ഇനീഷ്യേറ്റീവ്, കിസാൻ അങ്ങനെയൊക്കെ പറഞ്ഞ അതുപോലത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് അറ്റാൽ എന്ന് പറയുന്നത്. അത് എന്തിനുള്ളതാണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൾട്ടിവേറ്റ് കൾച്ചർ ഓഫ് ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് അക്രോസ് ദ നേഷൻ. അതായത് അക്രോസ് ദ നേഷനിൽ നമ്മളെ എൻ്റർപ്രൈസസിൻ്റെ കൾട്ടിവേഷനും ഇന്നോവേഷൻസൊക്കെ
കൾച്ചറൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മിഷനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അറ്റാൽ എന്ന് പറയുന്നത്. ജനുവരി 2016 ആണ് അതെന്തായത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേപോലെ എന്താണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആരാണ് NTI ആയോഗ് എന്ന് പറഞ്ഞതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് നമ്മൾ ഈ സ്കീം എന്ത് ചെയ്തത് ഡെവലപ്പ് ചെയ്തത്. ദെൻ അതിൻ്റെ മേജർ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റാൽ തിങ്കറിംഗ് ലാബ്സ്, അറ്റാൽ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ്, മെൻറ്റർ ഇന്ത്യ, അറ്റാൽ ന്യൂ ഇന്ത്യ ചാലഞ്ച്, അറ്റാൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെൻറ്റർ, അങ്ങനെ കുറേ ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ അത് കുറേ ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടാണ് അറ്റാൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കുന്നത് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ സ്റ്റാർട്ടപ്പ്. ഈ സ്റ്റാർട്ടപ്പിൽ നമുക്ക് വരുന്ന ചാലഞ്ചസ് നമ്മൾ അതിൽ കുറേ എന്തിനും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്തൊക്കെയാണ് ചാലഞ്ചസ് വരുന്നത്? ഫസ്റ്റ് വൺ, ലേക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ. നമുക്കൊരു സാധനം തുടങ്ങുക എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് തുടങ്ങുക എന്ന് പറയുമ്പോൾ കുറേ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ചാലഞ്ച് എന്താണ്? ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ്. നമുക്കത് തുടങ്ങാനുള്ളൊരു ഫിനാൻസ് ഇല്ലാതിരിക്കുന്ന അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി. സെക്കൻഡ് വൺ എന്താണ്? പുവർ റവന്യൂ ജനറേഷൻ അല്ലേ. അതേപോലെ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് കുറയുന്നത്. അതായത് നമ്മളൊരു മിഷൻ തുടങ്ങി അതിൽ നിന്ന് റവന്യൂ ഏൺ ചെയ്തെടുക്കാനുള്ളൊരു പ്രോസസ്സ് നമുക്ക് കുറവാണെങ്കിലും അത് ഒരു ചലഞ്ചാണ്. ദെൻ ലേക്ക് ഓഫ് സ്കിൽഡ് പേഴ്സണൽ അല്ലേ. നമുക്ക് ഒരു സംരംഭത്തിൽ നമുക്ക് സ്കിൽഡ് എംപ്ലോയീസിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വെരി റയർലി ലക്കിലി ആണ് കിട്ടുക. അപ്പം ഏറ്റവും നല്ല സ്കിൽഡ് എംപ്ലോയീസിനെ കിട്ടുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. ദെൻ ഇൻഎഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്ലാൻ. ഒരു കൃത്യമായി നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ, ബിസിനസ് പ്ലാൻ ഒക്കെ പഠിച്ചു. മാർക്കറ്റിംഗ് റിസർച്ച്, മാർക്കറ്റിംഗ് സർവേ, അതൊക്കെ ഒരു എൻ്റർപ്രൈസ് സ്ഥാപിക്കണമെങ്കിൽ ഇനീഷ്യൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് തൊട്ടിട്ട് അത് ഒരു കുഞ്ഞുണ്ടാവുന്നത് പോലെയാണ്, അതിൽ കുഞ്ഞിനെ വളർത്തുന്ന പോലെയാണ് ഒരു ബിസിനസ് വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തിങ്കിങ് അത് വേണോ എന്ന് ചിന്തിക്കുന്നത് തൊട്ട് നമ്മളതിനെ നമ്മളെ ഇത് തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് അതിൽ മാർക്കറ്റിംഗ് പ്ലാനിൽ വരുന്ന ഡെഫിഷ്യൻസി, മെൻറ്റർഷിപ്പിൽ ലാക്ക് ഓഫ് മെൻറ്റർഷിപ്പ്, ദെൻ പുവർ ബിസിനസ് പ്ലാൻ മാർക്കറ്റിംഗ് പ്ലാൻ പോലെ തന്നെ ബിസിനസ് പ്ലാനിൻ്റെ കുറവ്, കോമ്പറ്റീഷൻസിനെ ചാലഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത്രയും ചാലഞ്ചസ് ആണ് എന്തിൽ സ്റ്റാർട്ടപ്പിൽ ഫേസ് ചെയ്യുന്ന നമ്മൾ ചാലഞ്ചസ്. ദെൻ മെഷേഴ്സ് ടു സപ്പോർട്ട് സ്റ്റാർട്ടപ്പ്. ചാലഞ്ചസിനെ പോലെ തന്നെ സ്റ്റാർട്ടപ്പിനേക്കുള്ള സപ്പോർട്ട് ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലേ. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് the support required for fostering the startup culture is spread across the several dimensions which are ഏതൊക്കെ ഡയമെൻഷൻസിലാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലേ. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വെയർ ഹൗസ് ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നമുക്കൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. വൺ മെഷർ ഓഫ് അസിസ്റ്റിംഗ് സ്റ്റാർട്ടപ്പ് ഈസ് പ്രൊവൈഡിങ് വർക്ക് സ്പേസ് അല്ലേ. വർക്ക് സ്പേസിൽ അതേപോലെ അങ്ങനെയുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു മെഷർമെൻറ്റ്. സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ഒരു മെഷർമെൻറ്റ് ഓഫ് സപ്പോർട്ടിൽ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലുള്ള കൊടുക്കുന്നത്. ദെൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലേ. നമ്മൾ പറഞ്ഞു ഫിനാൻസ് ആണ്, ലാക്ക് ഓഫ് ഫിനാൻസ് ഒരു ചലഞ്ച് ആണെങ്കിൽ ആ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ഒരു മെഷറാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ലോണ്, നമ്മൾ ബാങ്ക്സിൽ ലോൺസ്, അതല്ലാതെ നമുക്ക് അത് ഔട്ട്സോഴ്സ് ഇൻകംസ് ഏൺ ചെയ്യാം, അങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ മെൻറ്ററിങ് സപ്പോർട്ട്. നമ്മൾ ചലഞ്ചസിൽ എന്തൊക്കെ ചലഞ്ച് പറഞ്ഞോ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഈ മെഷേഴ്സ് എന്ന് പറയുന്നത്. മെൻറ്റർ സപ്പോർട്ട് കിട്ടുന്നത്. പ്രൊമോട്ടിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. നമ്മൾ എന്താണോ എന്ത് എൻ്റർപ്രൈസസ് ആണോ തുടങ്ങുന്നത് അതിനെക്കുറിച്ചുള്ള റിസർച്ചും അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രൊമോട്ട് ചെയ്യാം. ദെൻ പ്രൊവൈഡിങ് ബിസിനസ് സപ്പോർട്ട് സർവീസസ്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ എല്ലാ സർവീസസിനെയും എന്ത് ചെയ്യുക, ബിസിനസ് സർവീസസ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ റെഗുലേറ്ററി സപ്പോർട്ട് കൊടുക്കുക. ദെൻ പ്രൊട്ടക്ഷൻ ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഗ്ലോബൽ ടൈപ്പ്, ഓവർ ദ വേൾഡ് നമ്മളൊരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ സർവീസസ്, നമ്മളെ എൻ്റർപ്രൈസസിനെ എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗ്ലോബൽ ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഇത്രയും മെഷേഴ്സാണ് എന്തിൽ വരുന്നത്, ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ. അപ്പം സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മൾ പറഞ്ഞല്ലോ ഒരു പുതിയൊരു ഡെഫിനിഷൻ അതിന് കൊടുക്കാനില്ല. നമ്മൾ ഒരു എൻ്റർപ്രണർ ആവുക എന്നുള്ളത് എല്ലാവർക്കും ഒരു വിഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ എന്താണോ അവർ ചെയ്യുന്നത് അതിന് തുടങ്ങുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇൻക്യുബേഷൻ സ്റ്റേജ്, ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അവരെന്താ ചെയ്യുക, അവർ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അതാൽ എന്താണെന്ന് പറഞ്ഞാൽ അതാൽ ഒരു ഗവൺമെൻറ് മിഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ വരുന്ന ചാലഞ്ചസ് നോക്കി, ചാലഞ്ചസ് കഴിഞ്ഞാൽ ഈ ഇതിന് വരുന്ന എന്താണ് വരുന്നത് അതിൻ്റെ മെഷേഴ്സ് നോക്കി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. നന്നായിട്ട് നിങ്ങൾ റീഡ് ചെയ്തിട്ട് പോവാം.